പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെൽമിയ ജോസ്. ഞാനിപ്പോൾ MBBS ഫൈനൽ ഇയർ കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യാനായിട്ട് നിൽക്കുന്നു. എൻ്റെ സ്ഥലം കാക്കൂർ സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 28/12/2023 ആദ്യമായി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ഫസ്റ്റ് ഇയർ ഫൈനൽ എക്സാം യൂണിവേഴ്സിറ്റി ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ഫസ്റ്റ് എക്സാം അനാട്ടമി പേപ്പർ 1 ആയിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു എക്സാമാണ്. അതിനകത്ത് വന്ന പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം എനിക്കറിയാമായിരുന്നു. അപ്പോൾ നല്ല കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ തുടങ്ങി. പക്ഷേ ഞാൻ എക്സാം എഴുതി എസ്സേ കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം തീർന്ന് അരമണിക്കൂറേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി, പാനിക്കായി. പിന്നെ എന്തൊക്കെയോ കാണിച്ച് ആ എക്സാം ഫിനിഷ് ചെയ്തു. പക്ഷേ തോറ്റു പോകുന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഞാൻ വാക്ക് കൊടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം. എന്നിട്ട് പറഞ്ഞു ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. എന്നിട്ട് പിന്നെ ഞാനൊരു എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. അതിനകത്ത് ഒരു ടീച്ചർ ഇരുന്ന് ഭയങ്കര സ്പീഡിൽ എല്ലാവർക്കും റിസൾട്ട് കൊടുക്കുന്നു. അതിനകത്ത് ഒരു മാർക്ക് എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. ആ മാർക്കായിരുന്നു എനിക്ക് എക്സാമിന് കിട്ടിയത്. ഫസ്റ്റ് ഇയർ ഞാൻ പാസ്സായി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് അപ്പോൾ അത് പിന്നെ എനിക്ക് അങ്ങോട്ട് ടൈം മാനേജ്മെൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അമിതമായ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അന്ന് ആ ഒരു ഇഷ്യൂ വന്ന പിന്നെ എനിക്ക് ഭയങ്കര അമിതമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്കിത് പറ്റില്ല, ഒരിക്കലും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പഠിച്ചാലും എഴുതാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഈശോയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധ അമ്മയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. അപ്പം ഞാൻ ഇത് മൊത്തം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയറും പാസ്സായി. തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ സിവിയർ ആയിട്ട് വന്നു. പക്ഷേ അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ലെപ്റ്റോസ്പൈറോസിസ് പോസിറ്റീവ് ആണെന്നാണ് കാണിച്ചത്. അത് ഫോൾസ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അവർ അതിനു വേണ്ടി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റഡി ലീവിൻ്റെ ഫുൾ സമയത്തും എനിക്ക് പനിയും, ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോവുക, എനിക്ക് പഠിക്കാനേ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാം പെട്ടെന്ന് വന്നു. ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞു. കാരണം എനിക്ക് പാസ്സാവാനേ പറ്റത്തില്ല, കാരണം ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാനേ പറ്റില്ല, എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ കിട്ടി. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ തലേദിവസം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. കാശുരൂപവും ഉടമ്പടി ഉപ്പും ആയിട്ടായിരുന്നു ഞാൻ എക്സാം ഹോളിൽ കയറിയിട്ട്. അപ്പോൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് കയറിയപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. എനിക്ക് ആ എക്സാം നല്ല മാർക്കോടെ പാസ്സാവാൻ പറ്റി. തേർഡ് ഇയർ ഫൈനൽ ഇയർ വന്നപ്പോഴത്തേക്കും ഫൈനൽ ഇയറിൽ 11 സബ്ജക്റ്റാണ്. അഗ്രിഗേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 9 പേപ്പറും 6 പ്രാക്ടിക്കലുമാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു എക്സാം ഡേറ്റ് വന്നത്. ഞാൻ പഠിക്കുന്നത് തമിഴ്നാട്ടിലാണ്. സോ MGR യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല. പേപ്പർ 1 കഴിഞ്ഞ് പേപ്പർ 2, അത് കഴിഞ്ഞ് ഒരു ദിവസം അവധി, പിന്നെ നെക്സ്റ്റ് പേപ്പർ, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് എക്സാം. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഇത്രയും സബ്ജക്റ്റും ഉണ്ട്, പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇതായി. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു പീഡിയാട്രിക്സും മെഡിസിനും. ഈ പീഡിയാട്രിക്സിൻ്റെ തലേദിവസം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതായത് വലിയ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒക്കെ പഠിച്ചതൊന്നും ഓർമ്മയില്ല. അപ്പോൾ വേറെ ടെക്സ്റ്റ് എടുത്തിട്ടൊന്നും മനസ്സിലാവില്ല എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മുട്ടുകുത്തി 2 നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഹാർട്ടും ഫ്ലവറും വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, സാറില്ല ഈശോ പാസ്സാക്കും, അങ്ങനെ ഒരു ഇതായി. എന്നിട്ട് തിയറി എക്സാം ഫുൾ കഴിഞ്ഞ് പ്രാക്ടിക്കൽ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ പ്രാക്ടിക്കലിനും ഭയങ്കര പേടിച്ച് അറിയാവുന്ന കേസ് മാത്രമേ വരാവുള്ളൂ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. എല്ലാ എക്സാമിനും ഞാൻ ഒരടയാളം ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിനും വന്ന് എക്സാമിനേഴ്സ് ഒന്നില്ലെങ്കിൽ പച്ച സാരി ഉടുത്തായിരിക്കും, അല്ലെങ്കിൽ നീല സാരി ഉടുത്തായിരിക്കും, അല്ലെങ്കിൽ ഗ്രേ കളർ സാരി ഉടുത്തായിരിക്കും. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ പാസ്സാക്കും, അങ്ങനെയുള്ളൊരു ഇതാണ്. പക്ഷേ മെഡിസിൻ്റെ പ്രാക്ടിക്കൽ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ കേസും പഠിച്ചിട്ടാണ് പോയത്. ഒരു കേസ് മാത്രം, ഒരു കാർഡിയോളജി എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഞാൻ കുറച്ച് വിട്ടാണ് പോയത്. പക്ഷെ അതേ കേസ് തന്നെ എനിക്ക് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പോയി, ഇത് പൊട്ടും എന്നുള്ള രീതിയായി. അപ്പോൾ ഞാൻ മാതാവിന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ കേസൊക്കെ എടുത്തത്. എന്നിട്ട് ഞാൻ മാതാവിന് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ വൈവയ്ക്ക് കയറുന്നതിന് മുമ്പ് ടേബിളിൻ്റെ അടിയിൽ മൊത്തം ഉപ്പ് വെതറിയിട്ടാണ് കയറിയത്. ആ വൈവ സ്റ്റാർട്ടായി അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറച്ച് അറിയത്തില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഉപ്പ് വെതറി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. അപ്പോൾ ജീസസ് ഇസ് ദ ബെസ്റ്റ് ഹീലർ, അതായത് സക്സസ് ജീസസിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ഒരു ബോധ്യം, കൂടുതൽ ദൈവസ്നേഹം അതെന്നെ
കൂടുതൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്താനായിട്ട് സഹായിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും പത്രം എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും മേടിച്ച് വിതരണം ചെയ്തിരുന്നു. അത് തമിഴ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനത്തെ ഭാഷകളിലായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനൽ ഇയറിൽ 11 സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ 11 കെട്ട് പത്രമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് മൊത്തം വിതരണം ചെയ്തു. പിന്നെ സ്റ്റാറ്റസ്, സ്റ്റോറി, അങ്ങനെ കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഡെയിലി ബ്രെഡ്, ലിവിങ് ഓറക്കിൾസ്, ഉടമ്പടി ധ്യാനം, ബ്രദർ വിജയകുമാർ സാറിൻ്റെ ധ്യാനം, അങ്ങനെ എല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ മാതാവിനെ പറ്റി പറയുകയും അവരെ കൊണ്ടൊക്കെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ, ഉടമ്പടി എല്ലാം എടുപ്പിക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കെപ്പോഴും ഫസ്റ്റ് ഇയർ തൊട്ടേ എനിക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും പിടിക്കുന്നില്ല. എനിക്ക് അടിക്കടി ഞാൻ ഹോസ്പിറ്റലിലാവും, ഗ്യാസ്ട്രൈറ്റിസ് വന്ന്. അപ്പോൾ തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെനിക്ക് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അറ്റൻഡൻസേ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവും, ഈ ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നാലും എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. പിന്നെ വെച്ച ഒരു നിയോഗമായിരുന്നു, എൻ്റെ അനിയത്തി 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾക്ക് നല്ല ഉയർന്ന മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞു വെച്ചായിരുന്നു. അവൾക്ക് അതുവരെയും കുറച്ച് പാടായിരുന്നു, അവൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് 10th ഫുൾ A+ കിട്ടി, 96 എബോവ് മാർക്ക് കിട്ടാനായിട്ട് സഹായിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് സ്ട്രീറ്റിൽ പിന്നെ വഴിയരികിലും ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഫുഡ് പാക്കറ്റ് മേടിച്ച് വിതരണം ചെയ്തിരുന്നു. പിന്നെ ആരെ കണ്ടാലും ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടി എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തു. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇത്രയും നന്നായി ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി. ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരുപാട് ഉയരാനായിട്ട് സഹായിച്ചു. എനിക്ക് ജപമാലയോട് അധികം ഭക്തി ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ജപമാല ഭക്തി ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ദൈവത്തോട് സ്നേഹം ഭയങ്കരമായിട്ട് കൂടി. ആദ്യ കുർബാന സ്വീകരിച്ച ആ സമയത്ത് നല്ല കുർബാനയിൽ ഭയങ്കര അനുഭവം കൊണ്ട് കുർബാന കൂടിയിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അത് ഗ്രാജുവലി അത് നഷ്ടമായി. ഇപ്പോൾ വീണ്ടും ആ ഒരു ഭയങ്കര അനുഭവത്തോടെ കുർബാനയിൽ പങ്കെടുക്കാനുള്ളൊരു അനുഗ്രഹം ലഭിച്ചു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉടമ്പടി ജീവിതം അങ്ങനെയാണ്. നാം എപ്പോഴും ഇല ചൂടി, എപ്പോഴും പച്ചയായി, എപ്പോഴും ഫലം ചൂടി നിൽക്കുന്ന ഒരു നല്ല വൃക്ഷമായി വളരാനാണ് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കേണ്ടതെന്ന് ഈ മകളുടെ ഡെൽമിയ ജോസിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഡെൽമിയ ജോസ് ഇപ്പോൾ MBBS കഴിഞ്ഞ് പാസ്സായി. അതിൻ്റെ വലിയ സന്തോഷത്തിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടി ജീവിതം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടു കൂടി വന്ന് തന്നെ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നതാണ്. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മകൾക്ക് മനസ്സിലായത്, ഞാനൊരു പക്ഷേ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും, എനിക്ക് ഏകമാർഗം ഇനി ഉടമ്പടി മാത്രമാണ് എൻ്റെ ഏകമാർഗമെന്ന് ഡെൽമിയയ്ക്ക് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നന്നായി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം അപേക്ഷിക്കാനും മകളുടെ വാക്കുകളിൽ പറയുന്നത് പോലെ ഞാനൊരു ജപമാല ഭക്തിയുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോടെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധ അമ്മ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോൾ, പലപ്പോഴും തിരുനാളത്തിലെല്ലാം പരിശുദ്ധ അമ്മ സാമീപ്യം കാണിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ മകൾക്ക് മനസ്സിലായത്, അമ്മ ഒരു കഥയല്ല, അമ്മ എപ്പോഴും ജീവിക്കുന്ന ഒരു പ്രസൻസ്. ഇവിടെ അത്ഭുതത്തോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ എൻ്റെ എല്ലാ ദുരന്താവസ്ഥകളിലും അമ്മ ഇടപെടുന്നു എന്ന് മകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുൻപ് തന്നെ ദൂതനെ അയച്ച് ഞാൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുമെന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മകൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുൻപ് ഒരു ഫ്രണ്ടുമായി കമ്പൈൻ സ്റ്റഡി നടത്തിയപ്പോൾ
അതിൽ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെയാണ് ഈ മകൾക്ക് പരീക്ഷയ്ക്കായി ചോദിച്ചതും അപ്പോൾ വളരെ കൃത്യമായി ഉത്തരം നൽകാൻ സാധിച്ചുമെന്ന് മകൾ ഏറ്റു പറയുന്നു. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നമ്മുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതഭാരം ലഘൂകരിക്കുന്നതായി ഡൽമിയ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ കൃത്യമായി ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി തൻ്റെ കൂട്ടുകാരുടെയും തന്നോടൊപ്പം ഉള്ളവർക്കെല്ലാവർക്കും ആ വിശ്വാസ കൈമാറ്റം നടത്തുവാനായിട്ട് ഈ ഒരു പഠനകാലം മകളെ സഹായിച്ചു എന്ന് ഏറ്റു പറയുന്നു. തിയറി എക്സാം ഒരുവിധം കടന്നു കിട്ടിയപ്പോഴാണ് വൈവ വളരെ ശക്തമായ ഒരു പ്രാക്ടിക്കൽ എക്സാം വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായി. അവിടെയാണ് ഈശോ ആരാണെന്ന് ഡെൽമിയയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. ഡെൽമിയ പറയുന്നത് ഡോക്ടർ രേവതി ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ജീസസ് ഒരു വൂണ്ടഡ് ഹീലറാണെന്ന് രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെൽമിയ പറയുന്നത് ഈശോ ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ്. ഒരു രോഗിക്ക് സൗഖ്യം നൽകുന്നത് ഈശോ മാത്രമാണ്. ഈശോ പലപ്പോഴും സൗഖ്യം നൽകുമ്പോൾ ചെവിയിൽ കൈയിടുന്നതായും കണ്ണിൽ ചെളി പുരട്ടുന്നതായും എല്ലാം പറയുന്നുണ്ട്. തൊട്ട് സ്നേഹിക്കുന്ന ഒരു ഈശോയെ ഒരു ഡോക്ടർക്ക് മനസ്സിലായതിൻ്റെ കൂടി ഒരു സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ മകൾ പറഞ്ഞു വിട്ടുപോയ ഒരു കാര്യം, എല്ലാ ദുരന്തങ്ങളിലൂടെ ചില സമയങ്ങളിൽ തൻ്റെ ആഗ്രഹങ്ങൾ ഈശോ എന്നെ എത്രമാത്രം പേഴ്സണലായി സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം മകളവിടെ പറഞ്ഞിരുന്നു. ഈ മകൾക്ക് ഇവർക്ക് 3 പേരായിട്ടാണ് ഒരു റൂം ഷെയർ ചെയ്തിരുന്നത്. ആ സമയത്ത് മകൾക്കൊരാഗ്രഹം വന്നു, എനിക്ക് പേഴ്സണലായി ഈശോയെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം, എനിക്ക് പഠിക്കണം, എനിക്കൊരു സിംഗിൾ റൂം ആവശ്യമാണെന്ന്. പക്ഷേ അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു കേടുവന്നു. അത് അവരെ എല്ലാ സ്റ്റുഡൻസിനെയും മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും തന്നെ സിംഗിൾ റൂം പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഡെൽമിയയ്ക്ക് പറയാനുള്ളതാണ്, നമ്മുടെ കൊച്ചു ആഗ്രഹങ്ങൾ പോലും ദൈവം എത്രമാത്രം കരുതലോടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഡെൽമിയ പറയുന്നത്. നമുക്ക് ഏതൊരവസ്ഥയിലും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ദൈവം, നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മുടെ പേരെഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ് ഡെൽമിയ എന്നിവിടെ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ അനുജത്തിയുടെ പരീക്ഷയിലുണ്ടായ ഒരു വിജയത്തെക്കുറിച്ചുമെല്ലാം താൻ എവിടെയെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വെച്ചുവോ അവിടെയെല്ലാം 10 മടങ്ങ് മകൾക്ക് അനുഗ്രഹവും കൃപകളും നൽകിയതായി ഏറ്റുപറയുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ പഠനകാലത്തും ജോലി സമയങ്ങളിലുമെല്ലാം ഉള്ള തകർച്ചകളെയും പ്രതിസന്ധികളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഡെൽമിയ ജോസിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.